Draw a parallelogram with length of diagonals 6.5 cm and 4.5 cm and the angle between them 70 degree. വികരണങ്ങളുടെ നീളം 6.5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററും അവയുടെ ഇടയിലെ കോൺ 70 ഡിഗ്രിയുമായ സാമാന്തരികം വരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് 6.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് റൂളർ എടുക്കുക, എന്നിട്ട് 6.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിനെ AB എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. 6.5ൻ്റെ മിഡ് പോയിൻ്റ് എവിടെയാണ്? 6.5ൻ്റെ മിഡ് പോയിൻ്റ് 3.25 ആണല്ലേ. അത് റൂളറിൽ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ലൈനിന് ഒരു ബൈസെക്ടർ വരയ്ക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ലൈനിൻ്റെ ഹാഫിലേറെ ലെങ്ത് വരുന്ന ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി ബിയിലും വെച്ചിട്ട് കോമ്പസ് ലെങ്ത് ചേഞ്ച് ചെയ്യാതെ ബിയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്താൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. ഓക്കെ, അപ്പോൾ ഈ ബൈസെക്ടർ നമ്മുടെ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇതിൻ്റെ മിഡ് പോയിന്റ്, ഈ ലൈനിൻ്റെ. അതിന് നമുക്ക് O എന്ന് കൊടുക്കാം. ഇനി Oയിൽ നിന്നും 70 ഡിഗ്രി ആംഗിളുള്ള ഒരു ലൈൻ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Oയിലും പ്രൊട്രാക്ടറിലെ 0 ഈ ലൈനിൽ വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് 0യിൽ നിന്ന് 70 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 70 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച Oയിലേക്ക് ജോയിൻ ചെയ്താൽ 70 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. അത് നമുക്ക് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ 70 ഡിഗ്രി ആംഗിളിലുള്ള ലൈനിലാണ് അടുത്ത ഡയഗണൽ വേണ്ടത്. അടുത്ത ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണ്? 4.5 ആണ് അല്ലേ. 4.5ൻ്റെ ഹാഫ് എത്രയാണ്? 2.25 ആണ് അല്ലേ. അപ്പോൾ 2.25 മേലെയും 2.25 താഴെയുമാണ് മെഷർ ചെയ്ത് പോയിന്റ് അടയാളപ്പെടുത്തേണ്ടത്. പക്ഷേ 2.25 റൂളർ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 4.5ലുള്ള ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അതിൻ്റെ ഹാഫ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ലൈനിൽ മേലെ Oയിൽ നിന്നും മേലോട്ട് ഒരു 4.5 ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം. ഓക്കെ, അതിന് നമുക്ക് M എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ലൈനിൽ നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം, ഈ OM എന്ന ലൈനിന്. അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പസ് എടുക്കാം. ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുക്കാം. അതായത് ഈ OM എന്ന ലൈനിൻ്റെ ഹാഫിലേറെ ലെങ്ത് ഉള്ള ഒരു കോമ്പസ് ലെങ്ത് എടുക്കാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ Oയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. കോമ്പസ് ലെങ്ത് ചേഞ്ച് ചെയ്യാതെ എമ്മിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്താൽ OM എന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. ഓക്കെ, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ ലൈനിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ലെങ്ത്ത് എത്രയായിരിക്കും? അതിന് നമുക്ക് ഈ പോയിന്റ് നമുക്ക് N എന്ന് കൊടുക്കാം. ഈ ON എന്ന ലെങ്ത് എന്തായിരിക്കും? 4.5ൻ്റെ ഹാഫ്, അതായത് 2.25 ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ 2.25 കോമ്പസിൽ മെഷർ എടുക്കാം. എങ്ങനെ എടുക്കാം? കോമ്പസിൻ്റെ നീഡിൽ Oയിലും കോമ്പസിൻ്റെ നീഡിൽ Nലും വെക്കാം. എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കാം താഴോട്ട്. ഈ ലൈനിൻ്റെ മറ്റേ എൻഡിൽ എത്തുന്നവരെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഈ ആർക്ക് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത്? പാരലലോഗ്രാമിൻ്റെ അടുത്ത വെർട്ടെക്സ്. അതിന് നമുക്ക് P എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ Aയും Bയും Nഉം Pയും കൂടി ജോയിൻ ചെയ്താൽ നമ്മുടെ പാരലലോഗ്രാം കംപ്ലീറ്റ് ആയി. Prove that if the diagonals of a parallelogram are of the same length, then it is a rectangle. അതായത് ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാരലലോഗ്രാം വരയ്ക്കാം. ഇതിന് രണ്ട് ഡയഗണൽസ് വരയ്ക്കാം. ഈ ഡയഗണൽസ് ഈക്വൽ ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന് ABCD എന്ന് നെയിം ചെയ്യാം. ഇവിടെ ഒരുപാട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് ട്രയാങ്കിൾസ് നോക്കാം. ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ DCBയും ട്രയാങ്കിൾ ABCയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും ഒന്ന് നോക്കാം. ഈ രണ്ട് ട്രയാങ്കിൾസിലെയും AC എന്ന സൈഡും BD എന്ന സൈഡും എന്താണ്? ഈക്വൽ ആണല്ലേ. കാരണം എന്താണ്? അവ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ആണ്. പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? AC ഈസ് ഈക്വൽ ടു BD given in question. പിന്നെയോ AB എന്ന സൈഡും DC എന്ന സൈഡും എന്താണ്? ഈക്വൽ ആണ്. കാരണം അവ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ. അപ്പോൾ നമുക്കെന്ത് പറയാം? AB ഈസ് ഈക്വൽ ടു CD, കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം. പിന്നെ ഈ BC എന്ന സൈഡ്
ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലേ. അപ്പോൾ ബി സി ഈസ് ഈക്വൽ ടു ബി സി, കാരണം കോമൺ സൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും 3 സൈഡ്സും പരസ്പരം ഈക്വൽ ആണ് അല്ലേ. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്താണ്, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് എ സിയും ബി ഡിയും അല്ലേ. നമ്മൾ കണ്ടില്ലേ, എ സി ഈസ് ഈക്വൽ ടു ബി ഡി എന്ന് കണ്ടു. അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ബി ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്, ആംഗിൾ എ ബി സി അല്ലെങ്കിൽ ആംഗിൾ ബി എന്ന് പറയാം. ഇനി ബി ഡിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്, അത് ആംഗിൾ ബി സി ഡി അല്ലെങ്കിൽ ആംഗിൾ സി എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്കെന്ത് പറയാം, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. കാരണം എന്താണ്, ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എ സി ആൻഡ് ബി ഡി. ഓക്കെ, അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് കണ്ടു. പക്ഷേ ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്, കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണല്ലോ അല്ലേ. എ ബിയും ഡി സിയും രണ്ട് പാരലൽ ലൈൻസ് ആണ്. ആ രണ്ട് പാരലൽ ലൈൻസിനെ ബി സി എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ സിയും ആംഗിൾ ബിയും. അപ്പോൾ അവയുടെ സം എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. നമുക്കറിയാം സം ഓഫ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പം എന്ത് പറയാം, ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. കാരണം എന്താണ്, കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അവ. ഓക്കെ, പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ട ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്, സെയിം ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ സിക്ക് പകരം നമുക്ക് ആംഗിൾ ബി എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി 2 ആംഗിൾ ബി ആണ് അല്ലേ. 2 ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ ബി കാണാം. അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, ബൈ 2 ആകും. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 2. 180 ഡിഗ്രി ബൈ 2 എത്ര, 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്ന് കണ്ട്. അപ്പോൾ ആംഗിൾ സിയും എന്താണ്, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ സിയും എന്താണ്, 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്, ഈക്വൽ ആയിരിക്കും. കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലോ. അപ്പോൾ ആംഗിൾ എ ആംഗിൾ സി ആണ് അല്ലേ. ആംഗിൾ സി 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ എയും എന്താണ് 90 ഡിഗ്രി, കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലലോഗ്രാം. അതേപോലെ ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും, കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ ബി എത്ര, 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ആംഗിൾ ഡിയും 90 ഡിഗ്രി ആണ്, കാരണം എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലലോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ. Draw a rectangle with length of diagonal 6 cm and the angle between them 60 degree. വികർണങ്ങളുടെ നീളം 6 സെൻറ്റിമീറ്ററും അവയുടെ ഇടയിലെ കോൺ 60 ഡിഗ്രിയുമായ ചതുരം വരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡയഗണൽ വരയ്ക്കാം. ഒരു ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണ്, 6 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ഒരു റൂളർ എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് എ ബി എന്ന് നെയിം ചെയ്യാം. ഇനി ഇതിനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. 6ൻ്റെ ഹാഫ് 3 അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതിന് O എന്ന് കൊടുക്കാം. ഇതാണ് മിഡ് പോയിന്റ്. ഇതിലൂടെയാണ് അടുത്ത ഡയഗണൽ വരയ്ക്കേണ്ടത് അല്ലേ. അടുത്ത ഡയഗണലിൻ്റെ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഈ ഓയിൽ നമുക്ക് പ്രൊട്ടക്റ്റിൻ്റെ സെൻറ്റർ വയ്ക്കാം. പ്രൊട്ടക്റ്റിലെ 0 ലൈനിൽ വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് 0യിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40. 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്ടക്റ്റിൻ്റെ സെൻറ്റർ വെച്ച് ഓയിലേക്ക് ജോയിൻ ചെയ്താൽ 60 ഡിഗ്രി ആംഗിളിലുള്ള ലൈനായി ഇത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ഡയഗണലും 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6ൻ്റെ ഹാഫ് 3 അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ മേലെ ഒരു പോയിന്റ് ഇടണം, താഴെയും പോയിന്റ് ഇടണം അല്ലേ. അപ്പോൾ ആദ്യം റൂളർ എടുത്തിട്ട്
മേലെ ഈ ലൈനിൽ ഓയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതിന് സി എന്ന് കൊടുക്കാം. ഇനി റൂളർ താഴെയും വെച്ചിട്ട് താഴോട്ട് ഓയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതിന് ഡി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എയും ബിയും സിയും ഡിയും ഒക്കെ ജോയിൻ ചെയ്താൽ നമ്മുടെ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആയി.